പശ്ചിമേഷ്യയിൽ ഹിജ്റ പുതുവർഷത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു. യുഎഇയിലും ഒമാനിലും പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് നീണ്ട വാരാന്ത്യ അവധിയാണ് ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിനിടയിൽ ചെറിയ ആശ്വാസ വാർത്തകൾ പ്രവാസികൾക്ക് വരുന്നു. പശ്ചിമേഷ്യയിൽ ഹിജ്റ പുതുവർഷത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു. യുഎഇയിലും ഒമാനിലും പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് നീണ്ട വാരാന്ത്യ അവധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎഇയിൽ ജൂൺ 15 തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ഒമാനിലാകട്ടെ ജൂൺ 18 വ്യാഴാഴ്ചയാണ് അവധി. ഇസ്ലാമിക കലണ്ടറിലെ ഹിജ്റ വർഷം 1448 തുടക്കം കുറിച്ചാണ് ഗൾഫ് രാജ്യങ്ങളിൽ പുതുവത്സര അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎഇയിൽ ജൂൺ 15 തിങ്കളാഴ്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയുള്ള ജീവനക്കാർക്ക് തിങ്കളാഴ്ച കൂടി ചേരുന്നതോടെ തുടർച്ചയായ 3 ദിവസത്തെ അവധി ലഭിക്കും. എന്നാൽ നിലവിൽ വെള്ളി മുതൽ ഞായർ വരെ അവധിയുള്ള ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് പുതിയ അവധി പ്രഖ്യാപനത്തോടെ 4 ദിവസത്തെ നീണ്ട ഇടവേളയാണ് ലഭിക്കുന്നത്. ജൂൺ 16 അവധിക്ക് ശേഷം ചൊവ്വാഴ്ച മുതൽ യുഎഇയിൽ പതിവ് പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കും. ഒമാനിലാകട്ടെ തൊഴിൽ മന്ത്രാലയത്തിന്റെ വാർഷിക കലണ്ടർ അനുസരിച്ച് പൊതുമേഖലാ ജീവനക്കാർക്ക് ജൂൺ 18 വ്യാഴാഴ്ച മുതലാണ് ഹിജ്റ പുതുവത്സര അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലെ ഔദ്യോഗിക വാരാന്ത്യ അവധി കൂടി ചേരും ഇതിന്റെ കൂടെ. അങ്ങനെ ജീവനക്കാർക്ക് തുടർച്ചയായ 3 ദിവസത്തെ വിപുലീകൃത അവധിയും ലഭിക്കും. പുതിയ ഇസ്ലാമിക വർഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ പുണ്യദിനം ഒമാനിലും മുസ്ലിം ലോകത്തുടനീളം പ്രധാന മതപരമായ ആഘോഷങ്ങളിൽ ഒന്നുകൂടിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇരു രാജ്യങ്ങളിലും ഈ വർഷത്തെ ഏറ്റവും നീണ്ട ബലിപെരുന്നാൾ അവധി ഈ അടുത്താണ് കഴിഞ്ഞത്. അതിനടുത്ത് തന്നെ പൊതു അവധി എത്തിയിരിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.